കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാൽ ദൈവവചന പഠനത്തിനായി നമുക്കൊരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിന് നന്ദി കരയേറ്റാം. ദൈവം നമ്മെ അങ്ങിങ്ങായി പരിപാലിക്കുന്നു. അവന്റെ മക്കളെന്ന് വിളിക്കപ്പെടാനുള്ള ഭാഗ്യ പദവി നമുക്ക് നൽകി തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവവും നാം അവന്റെ ജനവും. അവൻ നമുക്ക് പിതാവും നാം അവന് പുത്രന്മാരും പുത്രിമാരും ആകൊണ്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഭാഗ്യകരമായ പദവിയോടെ ഭൂമുഖത്ത് ദൈവം നമ്മെ പരിപാലിക്കുമ്പോൾ നിത്യതയുടെ ദർശനത്തോടെ ജീവിക്കുവാൻ ക്രിസ്തുവേശുവിലൂടെ നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് ആ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയ പിതാവിനെ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവി നമ്മുടെ എന്തെങ്കിലും ഗുണങ്ങൾ കൊണ്ടോ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ നമുക്ക് ലഭിച്ചതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവേശുവിലുള്ള തെരഞ്ഞെടുപ്പ് നിമിത്തം ആടുകളെ പോലെ തെറ്റിപ്പോയ നമ്മെ നല്ല ഇടയൻ തേടി വന്ന് നാം ആയിരുന്ന നാശകരമായ കുഴിയിൽ നിന്നും കരകയറ്റി നമ്മെ രക്ഷിച്ച് അവന്റെ ആമേൻ സ്തോത്രം മക്കളും അവകാശികളുമാക്കി തീർത്തു. നമ്മെ കൃപയിൽ വളർത്തേണ്ടതിന് ദൈവം തന്റെ വചനം നൽകി തരുന്നു. ആ വചനം നല്ല ഹൃദയത്തിൽ ഈ രാത്രികാലം സംഗ്രഹിച്ചുകൊണ്ട് ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക വളർച്ച, ആത്മീക ഫലം, അവൻ ആത്മസ്വഭാവം നമ്മിൽ ഡെവലപ്പ് ചെയ്ത് അവന്റെ വരവെങ്കിൽ നാം അവനെ പോലെ കാണുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ആത്മാവിനെ അളവ് കൂടാതെയല്ലോ അവൻ നൽകുന്നത്. ഈ രാത്രിയിൽ നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. നമുക്ക് സമയം നഷ്ടപ്പെടുത്തുവാനില്ല. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്കു വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തു ജഡത്തിൽ മരണം അനുഭവിക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ബുദ്ധിയെ ഒന്ന് പ്രകാശിപ്പിച്ച് ഈ രാത്രികാലം ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ, നാം ചിന്തിക്കുന്ന ദൈവവചനങ്ങൾ ഈ രാത്രി നമുക്ക് വളരെ അനുഗ്രഹമായി തീരേണ്ടതിന് ചില ടഫ് വിഷയങ്ങളുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ക്രിസ്തുവേശുവിന്റെ ജഡാവതാരം എന്ന് പറയുന്നത് അവന്റെ ഭൂമിയിലെ ശരീരം, അവന്റെ ക്രൂശുമരണം, അവന്റെ പുനരുദ്ധാനം, അവന്റെ സ്വർഗാരോഹണം, ഇതെല്ലാം മാർമിക വിഷയങ്ങൾ അത്രേ. നമ്മുടെ മാനുഷിക ആസ്പെക്റ്റിലല്ല ഈ ദൈവവചന ഭാഗങ്ങളെ നമുക്ക് പഠിക്കേണ്ടത്. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ലഭിച്ചേ മതിയാകൂ. ആത്മാവാണ് നമുക്ക് ദൈവവചനത്തെ ഗ്രഹിപ്പിക്കേണ്ടത്. എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിൽ അതിന്റെ അർത്ഥവ്യാപ്തിയിൽ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് വചനം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ വെറും കേൾവി നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഈ രാത്രി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ.
അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനാൻ ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനാൻ ദേശമത്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനും അടിയങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾ അങ്ങയുടെ പാദപീഠങ്ങളിൽ ഇരിക്കുന്നു. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഞങ്ങൾ വാഞ്ചയോടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രികാലം മനസ്സ് പൊഴിച്ച് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനത് ആശ്വാസമായി മാറുവാൻ, ഞങ്ങളുടെ ശരീരത്തിനത് സൗഖ്യമായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തിനത് പ്രത്യാശയായി മാറുവാൻ എന്റെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഭൂമുഖത്തെ ജഡത്തിൽ കഷ്ടങ്ങളോടുകൂടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ, വേദനകളും ഭാരങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും ഞങ്ങൾക്ക് ആശ്വസിക്കുവാൻ അങ്ങയുടെ പാദപീഠം മാത്രമേ ഉള്ളൂ. നിന്റെ സന്നിധിയിൽ സമാധാനമുണ്ടല്ലോ, നിന്റെ സന്നിധിയിൽ പ്രത്യാശയും ആശ്വാസവും ഉണ്ടല്ലോ. കർത്താവെ, വചനത്താലുള്ള വിടുതൽ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ മേഖലകളിലും ആമേൻ അത് അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി ലിങ്ക് ചെയ്യപ്പെട്ട മക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. ഇനിയും ലിങ്ക് ചെയ്യാനുള്ളവരെ അവിടുന്ന് വേഗത്തിൽ കൂട്ടി വരുത്തണമേ. ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ തിരുവചനം പഠിക്കുവാൻ ഈ രാത്രികാലം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ഈ ദാസന കൃപ തരണം കർത്താവേ. ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ദൈവവചനത്തിന്റെ പൊരുളുകളെ ഗ്രഹിപ്പിക്കണമേ. മറഞ്ഞിരിക്കുന്നതൊക്കെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. മറച്ചു വെക്കുന്നത് യഹോവയുടെ മഹത്വമെങ്കിൽ ആരാഞ്ഞു കണ്ടെത്തുന്നവോ രാജാവിന്റെ മഹത്വമെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഈ രാത്രികാലം പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനത്തെ പഠിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാകുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾ കേൾക്കുക മാത്രം ചെയ്യാതെ അത് പ്രമാണിക്കുന്നവരാകുവാൻ, അതിന്റെ വിടുതലുകൾ വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ, അനുസരണമുള്ളവരായി അങ്ങ് കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ വലിയ നാമത്തിന് സ്തോത്രം കരയേറ്റുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചനം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യമാണ്. ചില ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഈ രാത്രിയിലും ആ വാക്യത്തിന്റെ 2-ാം പാർട്ടാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. ആ വാക്യം ഒന്നുടന്ന് വായിച്ചോട്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അതിന്റെ ലാസ്റ്റ് പാർട്ട് വായിച്ചാലും മതി. പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വളരെ കൺഫ്യൂഷൻ വരുത്തുന്ന ആമേൻ സ്തോത്രം ചില ചിന്തകൾ ഈ ദൈവവചന ഭാഗങ്ങളിലുണ്ട്. നിങ്ങൾ ദൈവവചനത്തെ അതിന്റെ ആഴത്തിലാണ് പഠിക്കേണ്ടത്. ഒരുപക്ഷെ നാം ചിന്തിച്ചും നാം കേട്ടും വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടാകാം. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും അവന്റെ ഭൂമിയിലുള്ള ശരീരവും വളരെ ആമേൻ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയമാണ്. കാരണം ഭൂമിയിൽ മനുഷ്യനായി യേശുക്രിസ്തു ജീവിച്ചു എന്നുള്ളത് സത്യം. എന്നാൽ വളരെ വ്യത്യസ്തതയുള്ള ഒരു ശരീരമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. അതിന്റെ കാരണം ആദാമ്യ സന്തതിയായിട്ടല്ല യേശുക്രിസ്തു ഈ ലോകത്തിൽ ആമേൻ കടന്നു വരാൻ ഇടയായി തീർന്നത്. അവനൊരു ശരീരം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യം തന്നെ. എന്നാൽ ആ ശരീരത്തിന് അതിൻ്റെതായ ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്.
എന്നാൽ യേശു എന്തിനാണ് ഈ ലോകത്തിൽ ശരീരത്തിൽ കടന്നു വന്നത്? അതിന്റെ പ്രത്യേകത എന്താണ്? അത് നാം ഒന്ന് പഠിക്കണം. കാരണം ശരീരത്തോടുകൂടി ഒരുപക്ഷെ മറ്റുള്ളവർ ചോദിക്കാനിടയാകും, നിങ്ങളുടെ ദൈവം എന്തിനാണ് മനുഷ്യനായിട്ട് ലോകത്തിൽ കടന്നു വന്നത്? യേശുക്രിസ്തു ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടതിന് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നമുക്ക് ആമേൻ സ്തോത്രം ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ ആഴങ്ങളിലൂടെ നമുക്കൊന്ന് പഠിക്കാം. പ്രാരംഭമായി യെഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. പഴയ നിയമത്തിലെ ബുക്ക് ഓഫ് യെഹെസ്കേൽ ചാപ്റ്റർ 18 വേഴ്സ് 20. യെഹെസ്കേൽ 18:20. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് ഭൂമിയിൽ മരണം ആർക്കാണ് ഉണ്ടാകുന്നത്? പാപം ചെയ്ത ഒരു ദേഹിക്കാണ് മരണം ഉണ്ടാകേണ്ടത്. എന്നാൽ നമുക്കറിയാം യേശുക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല. പാപം ചെയ്യാത്ത യേശുക്രിസ്തു പിന്നെ എന്തുകൊണ്ട് മരിക്കേണ്ടി വന്നു? ഇവിടെയാണ് ആമേൻ സ്തോത്രം യേശുവിന്റെ ഭൂമിയിലെ മനുഷ്യ സാദൃശ്യത്തിലുള്ള വരവിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് യേശു മരിക്കേണ്ടി വന്നു? കാരണം പാപം ചെയ്യുന്ന ദേഹിക്കാണ് മരണം ഉണ്ടാകേണ്ടത്. എന്നാൽ പാപം ചെയ്യാത്ത ദേഹിക്ക് ഇപ്പോൾ മരണം ഉണ്ടാകുകയാണ്. വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രാധാന്യം. യേശുക്രിസ്തുവിന്റെ മേൽ പാപം ചുമത്തപ്പെട്ടപ്പോൾ, പാപം ആരോപിച്ചപ്പോൾ, മരിക്കേണ്ടിയിരുന്ന നമ്മുടെ പാപം യേശുക്രിസ്തുവിന്റെ മേൽ ആരോപിച്ച് അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ലഭിച്ചത് ആ മരണത്തിൽ നിന്നുള്ള ഒഴിവായിരുന്നു. ശരീരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ. മനുഷ്യർ ജഡത്തിൽ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവും ജഡത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു. എന്നാൽ ആ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ കൂടെ അത് പറയുന്നത് ഇനിയുള്ള ചില വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് യേശുവിന്റെ ശരീരത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു ആ വ്യത്യാസമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാപം ചുമത്തപ്പെട്ട് മരണത്തിന് വിട്ടുകൊടുത്തു ക്രിസ്തുയേശുവിനെ. ഒരു ആട്ടിൻകുട്ടിയുടെ മേൽ പാപം ചുമത്തി അല്ലെങ്കിൽ ആരോപിച്ച് അതിനെ കൊല്ലുന്നത് പോലെ. നമുക്കറിയാം പഴയ നിയമകാലങ്ങളിൽ ഒരു ഇസ്രയേല്യൻ പാപം ചെയ്താൽ അവന്റെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് അവൻ പുരോഹിതന്റെ അടുക്കലേക്ക് ഒരു മൃഗവുമായിട്ട് കടന്നു വരണം. ഒന്നുകിൽ ഒരു ആട്ടിൻകുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കാളക്കിടാവായിരിക്കാം. അതിനെ കൊണ്ടുവന്ന പുരോഹിതനോട് തന്റെ പാപം ഏറ്റുപറയുമ്പോൾ പുരോഹിതൻ ഈ പാപം മുഴുവൻ ഈ മൃഗത്തിന്റെ മേൽ കൈവച്ച് അതിനെ ആരോപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ചെയ്ത തെറ്റിന് ആ മൃഗത്തിന്റെ മേൽ കുറ്റം ആരോപിച്ച് ആ മൃഗത്തെ അവൻ യാഗം കഴിക്കുമ്പോൾ അതിന്റെ രക്തം അവിടെ ചിന്തപ്പെടുകയാണ്. ആ രക്തത്തിൽ ഒരു ജീവൻ ഉള്ളത് കൊണ്ട് ഈ പാപം ചെയ്ത ആളിന്റെ ജീവനെ സംരക്ഷിക്കേണ്ടതിന് പകരമായി മറ്റൊരു ജീവൻ അവിടെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പഴയ നിയമത്തിലെ യാഗങ്ങളിലൂടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ യാഗമൃഗം അങ്ങ് മാറിയിട്ട് ആ മൃഗത്തിന്റെ യാഗം മാറി മനുഷ്യന്റെ പാപം അതിന്റെ ശിക്ഷ യേശുക്രിസ്തുവിന്റെ മേൽ വരത്തക്ക രീതിയിൽ ഒരിക്കലായിട്ടൊരു പരമയാഗം കഴിച്ചുകൊണ്ട് മാനവരാശിയെ മുഴുവൻ, ഏത് വർഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, അവൻ ക്രിസ്ത്യാനിയായി ജനിച്ചതാണെങ്കിലും അല്ല മറ്റേത് മതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തവനായി അവൻ ഭൂമിയിൽ പിറന്നാലും അല്ലെങ്കിൽ അവൻ വളർത്തപ്പെട്ടാലും പാപം ഒരു വ്യക്തിയുടെ മേലുള്ളത് യേശുക്രിസ്തുവിന്റെ മേൽ അവൻ ചുമത്തപ്പെട്ട് ആ പാപം ചുമത്തപ്പെട്ട് അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ വ്യക്തി, പാപം ചെയ്ത വ്യക്തി, അവന്റെ പാപത്തിൽ നിന്നും അവൻ മോചിതനായി മാറുന്നത്. അപ്പോൾ യേശുക്രിസ്തു വരുന്ന സമയത്ത് തന്നെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം വായിച്ചാട്ട്. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 29. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തു അതിലെ നടന്നു പോയപ്പോൾ
സ്നാപക യോഹന്നാൻ ദൈവിക വെളിപ്പാടിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് ഇതാ കടന്നു പോകുന്നു. അതിലെ കടന്നു പോയത് ഒരു മനുഷ്യനാണ്. യേശുക്രിസ്തു ശരീരത്തിൽ അതിലെ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിനെ വിളിച്ച പേര് നോക്കുക. ഇതാ കടന്നു പോകുന്നു, ദൈവം നിയോഗിച്ച ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കേണ്ട ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായിട്ട് അതിലൂടെ സഞ്ചരിക്കുമ്പോഴും അവനെ കണ്ടത്, സ്വർഗം കണ്ടിരിക്കുന്നത് അറുക്കപ്പെടാൻ പോകുന്ന, പാപം ചുമത്തപ്പെടാൻ പോകുന്ന, മാനവരാശി അവരുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചെടുക്കേണ്ടതിന് ഒരു കുഞ്ഞാടിനെ പോലെ കൊല്ലപ്പെടാൻ പോകുന്ന യേശുക്രിസ്തു അതിലെ കടന്നുപോയപ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന, അവൻ പാപം ചുമത്തപ്പെടുവാൻ ലോകത്തിൽ ശരീരത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനിടയായി. ഇനി രണ്ടാമത് റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിച്ചോട്ടെ. റോമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കെടുക്കുവാനുള്ളതാകയാൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചാണ് അവിടെയും ഒരു ദൈവവചനം നമുക്ക് വായിക്കുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. റോമാലേഖനം നമ്മൾ വായിക്കുന്നത് 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യമാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, 4-ന്റെ 24 എടുത്തോട്ടെ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്ക് വരേണ്ടിയിരുന്ന പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വരാനിടയായി. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ മരണത്തിന് അവൻ ഏൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു രീതിയിൽ ചിന്തിച്ചാൽ അവൻ മരണത്തിന് യാതൊരു യോഗ്യത അവനിൽ മരണത്തിന് യാതൊരു അധികാരവുമില്ല. കാരണം പ്രാരംഭത്തിൽ നമ്മൾ വായിച്ചു, പാപം ചെയ്യുന്ന ദേഹിക്കാണ് എന്തുണ്ടാകേണ്ടത്? മരണമുണ്ടാകേണ്ടത്. എന്നാൽ യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു എന്ന് വേദപുസ്തകം തെളിവ് തരുന്നു. ആദാമ്യ സന്തതി അല്ലാതെ അവൻ ജനിച്ചത് കൊണ്ട് അവനിൽ പാപമില്ല. അങ്ങനെയെങ്കിൽ പാപം ചുമത്തപ്പെട്ടപ്പോഴാണ് അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടേണ്ടി വന്നത്. ആമേൻ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിന്റെ ശരീരത്തിന്റെ പ്രാധാന്യം. യേശുവിനെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിലൂടെ പഠിച്ചാൽ യേശു പൂർണ്ണ ദൈവ മനുഷ്യനായിരുന്നു. അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിനെ നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ വിളിക്കാൻ പറ്റില്ല. യേശുവിനെ കുറിച്ച് പറയുന്നവൻ പൂർണ്ണ ദൈവ മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ആ യേശുക്രിസ്തുവിൽ എന്ത് ഉൾക്കൊണ്ടിരുന്നു, അതുകൊണ്ടാണ് അവനെ ദൈവ മനുഷ്യൻ എന്ന് വിളിക്കാനിടയായത്. നമുക്കറിയാം, ദൈവമായിട്ടല്ല യേശുക്രിസ്തു ഈ ലോകത്തിൽ ശരീരത്തിൽ വെളിപ്പെട്ടത്. എന്നാൽ ദൈവത്തിന്റെ അധികാരം പലപ്പോഴും യേശുവിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അവൻ ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായ ചില അധികാരങ്ങൾ യേശുവിലൂടെ ദൃശ്യമാകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പാപം മോചിച്ചു കൊടുത്തത്. യഹൂദന്മാർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രം അധികാരമുണ്ടായിരിക്കെ നിനക്കെവിടുന്ന് ഈ അധികാരം ലഭിച്ചു? അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ പാപം യേശുക്രിസ്തു ഒരു വ്യക്തിക്ക് മോചിച്ചു കൊടുത്തപ്പോൾ തന്നെ തന്റെ ദൈവത്തോട് വെളിപ്പെടുന്നുണ്ടെങ്കിലും യേശു ഒരിക്കലും പ്രൊക്ലെയിം ചെയ്തില്ല ഞാൻ ദൈവമാണോ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശു ദൈവമായിട്ടല്ല ഈ ഭൂമിയിൽ വെളിപ്പെട്ടത്. എന്നാൽ ദൈവത്തിന്റെ അധികാരവും ദൈവത്തിന്റെ പ്രവർത്തികളും യേശുക്രിസ്തുവിലൂടെ ദൃശ്യമായിരുന്നു. ആമേൻ, സ്തോത്രം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇവിടെ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു, യേശുക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം ദൈവ മനുഷ്യൻ എന്ന് ഉപയോഗിക്കാനിടയായത്. പൂർണ്ണതയുള്ള ആ ഒരു ക്ലെയിം ഭൂമിയിലുള്ള ഒരു മനുഷ്യന് എടുക്കാൻ അധികാരമില്ല. അതാണ് ഒരു മനുഷ്യനും യേശുവും തമ്മിലുള്ള, അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവും
ഭൂമുഖത്തുള്ള എത്ര വിശുദ്ധൻ എന്ന് ക്ലെയിം ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം, യേശു പൂർണ്ണതയുള്ള ദൈവ മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്തവൻ, ബലഹീനതകളില്ലാത്തവൻ, കുറവുകളില്ലാത്തവൻ. ആമേൻ, സ്തോത്രം. മനുഷ്യർക്കെല്ലാം അവരെത്ര വിശുദ്ധരാണെന്ന് ചിന്തിച്ചാലും അവർക്ക് ദൗർബല്യങ്ങളുണ്ട്, ജഡത്തിൻ്റെതായ ദൗർബല്യങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്. എന്നാൽ യേശുക്രിസ്തു ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ അവന് ദൗർബല്യമുള്ള, ബലഹീനതകളുള്ള ഒരു ശരീരത്തോടുകൂടെ അല്ല. അവിടെയാണ് അവന്റെ ശരീരത്തിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയേണ്ടത്. എന്നാൽ യേശുവിന് മനുഷ്യനെ പോലെ ശരീരമുണ്ടായിരുന്നു, അവന് പ്രാണനുണ്ടായിരുന്നു, ആത്മാവുണ്ടായിരുന്നു. ഒരു മനുഷ്യന് ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. ഇതുപോലെ യേശുക്രിസ്തുവിന് ശരീരമുണ്ടായിരുന്നു, അവന് പ്രാണനുണ്ടായിരുന്നു, അവന് ആത്മാവുണ്ടായിരുന്നു. ഇത് മൂന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നുണ്ട് യേശുക്രിസ്തു ശരീരം ഉണ്ടായിരിക്കാം, പക്ഷെ പ്രാണനില്ല, ആത്മാവില്ല. എന്നാൽ യേശുവിൽ ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് തെളിയാം. ഗത്സമയൻ തോട്ടത്തിൽ കർത്താവായി യേശുക്രിസ്തു നിലവിളിക്കുമ്പോൾ അവൻ പ്രാണവേദനയിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചു. 2 ക്രൂശിൽ മരിക്കുമ്പോൾ, പിതാവേ എന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവല്ലാതെ, യേശുക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് വേറെയാണ്. പരിശുദ്ധാത്മാവ്, ആമേൻ, സ്തോത്രം, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെടുമ്പോൾ യേശുവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും രണ്ടും രണ്ടാണ്. യേശുവിന്റെ ആത്മാവിനെ യേശു എന്ത് ചെയ്തു? മരണസമയത്ത് പിതാവിന്റെ കരങ്ങളിൽ, നമ്മൾ വായിച്ചിട്ടുണ്ട്, ഞാൻ ആ വാക്യം എടുപ്പിക്കുന്നില്ല, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? യേശുവിന് പ്രാണനുണ്ട്, ആത്മാവുണ്ട്, ശരീരമുണ്ട്. തന്റെ പ്രാണനും ആത്മാവും യാതൊരു കളങ്കവുമില്ലാതെ വിശുദ്ധമായിരുന്നു. നമുക്കെല്ലാം നമ്മുടെ പ്രാണനിൽ കളങ്കമുണ്ട്, ആത്മാവിൽ എറേഴ്സ് ഉണ്ട്, നമ്മുടെ ജഡത്തിലും ബലഹീനതകളുണ്ട്. എന്നാൽ യേശുവിന്റെ ജഡത്തിൽ ബലഹീനതയില്ലായിരുന്നു, പ്രാണനിൽ ബലഹീനതയില്ലായിരുന്നു, ആത്മാവിൽ ബലഹീനതയില്ലായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് യേശു ആരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ യേശുക്രിസ്തു ആരാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യോഹന്നാനോട് ചോദിച്ച യോഹന്നാൻ അതിന്റെ പ്രോപ്പർ ഉത്തരം തരും. ഈ വിഷയങ്ങൾ വളരെ ടഫാണ് ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇത് ദൈവം മനസ്സിലാക്കി തരുന്ന ചില സത്യങ്ങളിലൂടെയാണ് ഈ വചനഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു, യേശുവിന് ശരീരമുണ്ട്, യേശുവിന് പ്രാണനുണ്ട്, യേശുവിന് ആത്മാവുണ്ട്. മൂന്നിലും എന്തില്ല? യാതൊരു ഊനവുമില്ല, കളങ്കവുമില്ല. നമുക്ക് ആ യേശുവിനെ എന്ത് വിളിക്കാം? നിങ്ങൾ തന്നെ എന്ത് ചിന്തിച്ചു? ആ യേശുവിനെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ അവനിൽ എന്തുണ്ടായിരുന്നെന്ന് പറയാം. വായിച്ചാട്ട് യോഹന്നാൻ ഉത്തരം തരുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അടുത്ത വാക്ക്, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവനിൽ എന്തുണ്ടായിരുന്നു? നിത്യജീവൻ ഉണ്ടായിരുന്നു. അതാണ് നമുക്കില്ലാത്തത്. നമ്മൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. ഊനമില്ലാത്ത പൂർണ്ണതയുള്ള ദൈവമനുഷ്യനായ യേശുക്രിസ്തു, അവന് ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. അവൻ മരണമില്ലാത്ത നിത്യജീവനുള്ളവനായിരുന്നു. അങ്ങനെ നിത്യജീവനുമായി ഈ ലോകത്ത്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ടാകും? നിത്യജീവൻ ലഭിക്കും. എന്നിട്ട് ഈ നിത്യജീവനുമായി വന്ന യേശുവിന്റെ ശരീരത്തിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? താൻ ഒരു പാപവും ചെയ്തിട്ടില്ല. മനുഷ്യരുടെ പാപത്തിന് വേണ്ടി ശരീരത്തിൽ എന്ത് സംഭവിച്ചു? പാപം ചുമത്തപ്പെട്ടു. അപ്പോഴും പ്രാണനും ആത്മാവും വിശുദ്ധിയോടെ നിൽക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ശരീരത്തിന്റെ മേലാണ് എന്ത് ആരോപിക്കുന്നത്? പാപം ആരോപിക്കുന്നത്. പാപം ആരോപിച്ച് പാപം ചുമത്തപ്പെട്ട യേശുവിനെ എന്ത് ചെയ്തേ പറ്റൂ? മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ യേശുക്രിസ്തു മരണത്തിലേക്ക് കടന്നുപോയി.
പാപത്തിന്റെ ശിക്ഷ ആരുടെ മേൽ വന്നു? യേശുവിന്റെ മേൽ വന്നു. എന്നാൽ യേശുവിന്റെ മേൽ പാപത്തിന്റെ ശിക്ഷ വന്നു, മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു എങ്കിലും ഇനിയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യേശുവിന്റെ ശരീരം നമ്മുടെ ശരീരം പോലെ ജീർണതയിലേക്ക് പോയില്ല. നമ്മുടെ ശരീരം മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണിനോട് ചേർന്ന് ജീർണിക്കാൻ ഇടയാകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചില്ല? ജീർണത സംഭവിച്ചില്ല. അവൻ മരണത്തിലേക്ക് പോയി. മരണത്തിന് ശേഷം അവൻ അതേ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ, കാരണം ഈ ടോപ്പിക് ഒന്നും വളരെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. യേശു ഉയർത്തെഴുന്നേറ്റത് താൻ മരണത്തെ ഏൽപ്പിച്ച അതേ ശരീരത്തിലാണ്. 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്താണ് യേശുവിന്റെ പ്രത്യേകത? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങൾ. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ, കർത്താവ് എന്താ പറയുന്നത്? ജീവനെ കൊടുക്കാനും എനിക്ക് അധികാരമുണ്ട്, തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. പാപത്തിന്റെ ശിക്ഷയുടെ സമയത്ത് ജീവനെ എന്ത് ചെയ്തു? കൊടുത്തു. ആർക്ക് ജീവൻ ഉണ്ടാകാൻ? എനിക്കും നിങ്ങൾക്കും ജീവൻ ഉണ്ടാകാൻ തന്റെ ജീവനെ കൊടുക്കാൻ ഇടയായെങ്കിൽ, അങ്ങനെ ജീവനെ കൊടുത്ത യേശു ജീവനെ വീണ്ടും എന്ത് ചെയ്തു? പ്രാപിപ്പാനിട. ഇതാണ് നമുക്കും യേശുവിന്റെ ശരീരത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം. യേശുക്രിസ്തുവും മരണത്തിലേക്ക് പോകാൻ ഇടയായി. ആ മരണം ഒരൊറ്റ കാര്യത്തിനാണ്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ ചെയ്ത പാപം ശരീരത്തിലാകൊണ്ട് ആ ശരീരത്തിൽ ചെയ്ത പാപത്തിന് യേശു ശരീരത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങി. ആ ശിക്ഷ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ബോഡി എന്ത് ചെയ്തു? വിടുവിക്കപ്പെട്ടു. മരണത്തിലേക്ക് പോയ ബോഡി വീണ്ടും എന്ത് ചെയ്യാനിടയായി? കാരണം അതിൽ എന്തുണ്ട്? നിത്യജീവനുണ്ട്. നിത്യജീവൻ യേശുവിൽ ഉള്ളത് കൊണ്ടാണ് യേശു പറഞ്ഞത്, കൊടുക്കാനും എനിക്ക് അധികാരമുണ്ട്, തിരികെ പ്രാപിപ്പാനും അധികാരമുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ ശരീരം ജീർണിക്കാനിടയായില്ല. നമുക്കറിയാം, ലാസർ മരിച്ച് കല്ലറയുടെ അടുക്കലേക്ക് 4-ാം നാൾ വരുമ്പോ മാർത്ത എന്താ പറഞ്ഞത്? ഇപ്പൊ നാറ്റം വെക്കാൻ തുടങ്ങിയെന്ന്, ഇല്ലേ? യേശുവിന്റെ കല്ലറയുടെ അടുക്കൽ ചെന്നിട്ട് ആരെങ്കിലും മൂക്ക് പൊത്തിയോ? നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട ചില സത്യമാണ്. യേശു മരിച്ചു, പക്ഷേ മരണശേഷം അവന്റെ ശരീരം ഡീക്കേ ആയില്ല. അതേ ശരീരത്തിൽ യേശു എന്ത് ചെയ്യാനിടയായി? ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതേ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് എന്തിനാണെന്നൊക്കെ നമുക്ക് പഠിക്കണം. യേശുക്രിസ്തുവിന്റെ ശരീരം ജീർണിച്ചില്ല. വായിച്ചോട്ട് റോമാലേഖനം. അതിനു മുമ്പ് അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 23, 24, 27. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 23, 24, 27. നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണമേ. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ആ ഒരു വാക്കാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. കാരണം അവനിൽ എന്തുണ്ട്? നിത്യജീവൻ ഉള്ളത് കൊണ്ട് മരണം അവനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. എന്നാൽ മരിക്കേണ്ടി വന്നത് എന്തിനാ? പാപത്തിന്റെ ശിക്ഷയാകുന്ന മനുഷ്യന്റെ മേൽ വരേണ്ട ശിക്ഷ യേശു ഏറ്റെടുത്തപ്പോൾ അവൻ മരിക്കേണ്ടതായി വന്നു എങ്കിലും മരണത്തിന് അവനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ദൈവിക പർപ്പസ് കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരം റിലീസ് ചെയ്യപ്പെട്ടു. മരണം അവനെ വിട്ടുമാറി. കാരണം മരണത്തിന് പിടിച്ചു വെക്കണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാകണം. എന്താണ് റീസൺ? ശരീരത്തിൽ അവൻ ലംഘനം ചെയ്തവനായിരിക്കണം. എന്നാൽ യേശു ശരീരത്തിൽ എന്ത് ചെയ്തില്ല?
ലംഘനം ചെയ്തിട്ടില്ല. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ശരീരത്തിന്റെ മേലെ ഒരു പിടുത്തമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ ശരീരത്തിന്റെ മേൽ മരണത്തിന്റെ അധികാരിയായ പിശാചിന് എന്തില്ല? അധികാരമില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം. ഈ വിഷയം പരിശുദ്ധാത്മാവിൽ നമുക്ക് ഗ്രഹിക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മേൽ മരണത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അധികാരമെടുക്കുക അസാധ്യമായിരുന്നു. ആമേൻ, സ്തോത്രം. ഇനി നിങ്ങളെ വേറൊരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. യൂദയുടെ പുസ്തകത്തിലേക്ക് വന്നാട്ട് അതുകൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യത്തെ കുറച്ചുകൂടെ റിവീലാകാൻ ഇടയാകുന്ന. ബുക്ക് ഓഫ് ജൂഡ്, യൂദയുടെ ലേഖനം, അതിന്റെ 9-ാം വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ. മതി, ഇവിടെ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ്, ഒരു സംഭവത്തെ കുറിച്ച് പറയുകയാണ്. മോശയുടെ ശരീരം. നമുക്കറിയാം, മോശ മരിച്ചു. മരിച്ച മോശയെ ദൈവം പർവ്വതത്തിൽ എന്ത് ചെയ്തു? അടക്കി. ശരീരത്തിൽ മോശ മരിച്ചു, അവന്റെ ശരീരത്തെ പർവ്വതത്തിൽ അടക്കി. എന്നാൽ അതൊരു ഹിഡൻ പ്ലേസിൽ ദൈവം അടക്കിയത് കൊണ്ട് ഈ ശരീരം ആർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല? പിശാചിന് എന്ന് പറഞ്ഞാൽ ഡെവിളിന് അല്ലെങ്കിൽ ഡെത്തിന് ഇവന്റെ മേൽ എന്തുണ്ട്? അപ്പോഴും ഒരു അധികാരമുണ്ട്. അതാണ് ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. അവന്റെ ശരീരത്തിന്റെ മേൽ പിശാചിന് എന്തുണ്ട്? ക്ലെയിം ഉണ്ട്. കാരണം അവൻ ശരീരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാപം ചെയ്തിട്ടുണ്ട്. ആ ശരീരം പിശാചിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവന് മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. കാരണം ശരീരത്തിൽ യേശു പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യുന്ന ശരീരത്തിന്റെ മേൽ മരണത്തിനും പിശാചിനും ഒക്കെ എന്തുണ്ട്? ക്ലെയിം ഉണ്ട്. എന്നാൽ യേശുവിന്റെ മേൽ പിശാചിനോ മരണത്തിനോ ഒരു ക്ലെയിമും ഉണ്ടായിരുന്നില്ല. റീസൺ എന്താണ്? യേശു ഒരു പാപവും ചെയ്തിരുന്നില്ല. പിന്നെ മരിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഒറ്റ കാരണം, മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുവെങ്കിലും ഫോർ ഫ്യൂ അവേഴ്സ്, ആ മരണം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് ജീവൻ തിരികെ കിട്ടി. ഒറ്റ രീതിയിൽ പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് ദൃശ്യമായത് 3-ാമത്തെ ദിവസമാണെങ്കിലും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവൻ മരിച്ച് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എന്ത് സംഭവിച്ചു? ജീവനിലേക്ക് മടങ്ങി വന്നു. എന്തുകൊണ്ടാ ചില മണിക്കൂർ എന്ന് വെച്ചാൽ അതിനൊക്കെ കാരണങ്ങളുണ്ട്. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൻ ജീവനിലേക്ക് മടങ്ങി വന്നു എന്ന് പറയുന്നതിന്റെ ചില കാരണങ്ങളുണ്ട്. അവിടേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 6:9. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ അല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. നോക്കുക, ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞേ? ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ അവന്റെ ഇനിയും മരണത്തിന് അവന്റെ മേൽ എന്തില്ല? ഇനി അവൻ എന്ത് ചെയ്യത്തില്ല? മരിക്കുകയില്ല. എന്നിട്ട് മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല, മുമ്പേ തന്നെ ഇല്ല. എന്തുകൊണ്ട്? അവൻ പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യുന്ന ദേഹിക്കാണ് മരണം. എന്നാൽ അവൻ എന്തിനു മരിച്ചു എന്നുള്ള ഒറ്റ റീസൺ, മനുഷ്യന്റെ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ അവൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ആ മരണമാണ് നമുക്ക് ജീവൻ കിട്ടിയത്. അവൻ മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിന്റെ അർത്ഥം അവൻ എന്തെങ്കിലും എറർ ഉണ്ടായിരുന്നല്ല. അവനിൽ എറർ ഇല്ലാത്തത് കൊണ്ട് ആ മരണം കഴിഞ്ഞ ഉടനെ അവന്റെ ജീവൻ തിരികെ അവനിലേക്ക് വന്നു. അതായത് യോഹന്നാന്റെ 2 സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്, അവന് അതിനെ കൊടുക്കാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു വാസ്തവത്തിൽ ലോകത്തിൽ വന്നത് നിത്യജീവനുമായിട്ടാണ്. നിത്യജീവനുള്ള ഒരാൾക്ക് മരണമില്ല. പിന്നെ യേശു മരിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്.
ഇനി ആത്മീയമായിട്ട് ഇതിനെ നമുക്ക് ഒരല്പം കൂടെ ആഴത്തിലേക്ക് ഒന്ന് ചിന്തിക്കാം. ആത്മീകമായി നമ്മൾ വിലയിരുത്തുമ്പോൾ പിതാവ് നൽകിയ ശരീരത്തിൽ, ഐ റിപ്പീറ്റ്, പിതാവ് യേശുവിന് കൊടുത്ത ശരീരം, അതായത് ദൗർബല്യങ്ങളില്ലാത്ത ഒരു ശരീരമാണ് യേശുവിനുണ്ടായിരുന്നത്. ഈ ശരീരത്തിൽ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം, അല്ലെങ്കിൽ കാൽവരിയിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ശേഷം പിന്നീടുണ്ടായ ചില സംഭവങ്ങൾ വചനത്തിലൂടെ നമ്മൾ പഠിക്കണം. പ്രായശ്ചിത്തം വരുത്തിയ ശേഷം യേശു ഉയർത്ത് വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയ്ക്കായി സ്വർഗീയ സമാഗമന കൂടാരത്തിലേക്ക് തന്റെ സ്വന്തം രക്തവുമായി കടന്നുപോയി. ഇത് നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുമെന്ന് എനിക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഭൂമിയിൽ മോശയ്ക്ക് ദൈവം ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നാൽ ആ മോശ ഉണ്ടാക്കിയ സമാഗമന കൂടാരം സ്വർഗത്തിലുള്ള കൂടാരത്തിന്റെ നിഴലായിരുന്നു. സ്വർഗത്തിൽ എങ്ങനെ ഒരു സമാഗമന കൂടാരമുണ്ടോ അതിന്റെ ഒരു നിഴലായിരുന്നു ഭൂമിയിൽ മോശയിലൂടെ ഉണ്ടാക്കിയ സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരത്തിൽ പ്രായശ്ചിത്തം എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? ഒരു വ്യക്തിക്ക് വേണ്ടി പ്രായശ്ചിത്തം കംപ്ലീറ്റ് ആകുന്നത് ഒരു യാഗമൃഗത്തെ കൊന്ന് അതിന്റെ രക്തവുമായിട്ട് കൃപാസനത്തെങ്കിലേക്ക് വന്ന് ദൈവസന്നിധിയിൽ ആ രക്തം കണക്കായിട്ട് കൊടുക്കുമ്പോഴാണ് വെളിയിൽ നിൽക്കുന്ന ആളിന് എന്ത് കിട്ടുന്നത്? പാപക്ഷമ ലഭിച്ച് അവന് പകരമായിട്ട് ആ മൃഗത്തിന്റെ രക്തം ദൈവം കണക്കിട്ടിട്ട് ഇവനെ എന്ത് ചെയ്യും? മാപ്പാക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒരു പാപം ചെയ്ത മനുഷ്യൻ തന്റെ പാപവുമായി ആലയത്തിലേക്ക് വരുമ്പോൾ, ഭൂമിയിലുള്ള സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ, പുരോഹിതൻ എന്താ ചെയ്യുന്നത്? ഒരു മൃഗത്തിന്റെ രക്തവുമായി എങ്ങോട്ട് കടന്നു ചെല്ലും? സമാഗമന കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ദൈവസന്നിധിയിൽ കൃപാസനത്തിങ്കൽ ഈ രക്തം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, മരിക്കേണ്ടത് ഇന്ന വ്യക്തിയായിരുന്നു, എന്നാൽ അതിന് പകരമായി ഒരു മൃഗം കൊല്ലപ്പെട്ടത് കൊണ്ട് ഇവനോട് കരുണ കാണിച്ച് അവന്റെ പാപത്തിന് പ്രായശ്ചിത്തമാകണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴാണ് ദൈവം ആ യാഗം കൈക്കൊണ്ട് വെളിയിൽ നിൽക്കുന്ന ആളിന് എന്ത് കൊടുക്കുന്നത്? പാപക്ഷമ കൊടുക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഇനി യേശു എന്ത് ചെയ്തെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. ഭൂമിയിലുള്ള സമാഗമന കൂടാരത്തിൽ യേശുവിന് കടക്കാൻ പറ്റില്ല. കാരണം ലേവ്യ കുലത്തിൽപ്പെട്ട പുരോഹിതന് മാത്രമേ ഭൂമിയിലുള്ള സമാഗമന കൂടാരത്തിൽ ടാബർനക്കളുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പം യേശു കടന്നുപോയത് എവിടേക്കാന്ന് നോക്കണം? ഭൂമിയിലുള്ള സമാഗമന കൂടാരത്തിലേക്കല്ല. വായിച്ചോട്ട് ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 11-12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഭൂമിയിലുള്ള ഒരു മഹാപുരോഹിതൻ ഒരു മൃഗത്തിന്റെ രക്തവുമായിട്ട് ഭൂമിയിലെ സമാഗമന കൂടാരത്തിൽ കടന്നു ചെന്ന് പാപത്തിന് പ്രായശ്ചിത്തം അർപ്പിക്കുന്നത് പോലെ യേശു ഇപ്പൊ എന്താ ചെയ്തത്? മൃഗത്തിന്റെ രക്തമായിട്ടല്ല പോയത്, തന്റെ സ്വന്തം രക്തവുമായി സ്വർഗത്തിൽ ഉള്ള റിയലായ സമാഗമന കൂടാരത്തിൽ മാനവരാശിക്ക് പ്രായശ്ചിത്തമായി അർപ്പിച്ച തന്റെ സ്വന്തം രക്തവുമായിട്ട് യേശു എവിടേക്ക് കടന്നുപോയി? സ്വർഗീയ സമാഗമന കൂടാരത്തിലേക്ക്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും, അതാ നമ്മൾ വായിച്ചത് അവിടെ, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ആ സമാഗമന കൂടാരം സ്വർഗത്തിലാണ്. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 24-ാം വാക്യം വായിച്ചോട്ടെ, 9-ന്റെ എബ്രായർ 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി
ശ്രദ്ധിച്ച് കേൾക്കണം, ഒന്ന് ഓടരുത്. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായ, വാസ്തവമായത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അതിന്റെ പ്രതിബിംബം എവിടെ ആയിരുന്നു? ഭൂമിയിൽ മോശയ്ക്ക് കൊടുത്ത സമാഗമന കൂടാരമായിരുന്നു. ഇവിടെ പറയുന്നു ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. അവിടെ ശ്രദ്ധിക്കണം ആ വാക്കുകളൊക്കെ. ഭൂമിയിലുള്ള ഒരു സമാഗമന കൂടാരത്തിലേക്കല്ല അവൻ കടന്നത്. എന്നിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മരണശേഷം യേശു ചെയ്തത്. കാരണം അതൊക്കെ കൊണ്ടാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മഗ്ദലനക്കാരി മറിയ ചെന്ന് നമസ്കരിക്കാൻ ചെന്നപ്പോ യേശു എന്താ പറഞ്ഞേ? യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം. നമുക്ക് അവിടോട്ട് ചെന്നാലേ കാര്യം മനസ്സിലാകുള്ളൂ. യേശുക്രിസ്തു ആ മഗ്ദലനക്കാരി മറിയെ ഉയർത്ത ദിവസം രാവിലെ കണ്ടപ്പോൾ ഇവൾ ഓടിച്ചെന്ന് എന്നും ചെയ്യുന്നത് പോലെ യേശുവിനെ ചുംബിക്കാനോ അല്ലെങ്കിൽ പാദത്തിൽ വീഴാനോ ഒക്കെ അടുത്ത് ചെന്നപ്പോ യേശു എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചാട്ട്. യോഹന്നാൻ 20:17 വായിച്ചാട്ട്. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ. യേശുവിടെ മറിയോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. എന്റെ മിഷൻ, എന്റെ യാഗത്തിന്റെ മിഷൻ ഇതുവരെ എന്തായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ രക്തവുമായിട്ട് എനിക്ക് എവിടെയൊക്കെ പോകേണ്ടിയിരിക്കുന്നു? പിതാവിന്റെ അടുക്കൽ. വാസ്തവമായ സമാഗമന കൂടാരത്തിൽ മാനവരാശിയുടെ വീണ്ടെടുപ്പ് പൂർണ്ണത വരുത്തേണ്ടതിന് അർപ്പിക്കപ്പെട്ട യാഗത്തിന്റെ രക്തവുമായി എനിക്ക് എവിടേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു? പിതാവിന്റെ അടുക്കലേക്ക് എനിക്ക് കയറിപ്പോകണം. സോ ഡോണ്ട് ടച്ച് മീ, ഐ ആം ഓൺ എ മിഷൻ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് നിനക്കൊന്ന് ദൃശ്യമാകേണ്ടതിന് ഞാൻ വെളിപ്പെട്ടു എന്നേ ഉള്ളൂ. ഞാനൊരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എങ്ങോട്ട് പോകണം? പിതാവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള സമാഗമന കൂടാരത്തിൽ മാനവരാശിയുടെ പ്രായച്ചിത്തമായി അർപ്പിക്കപ്പെട്ട യേശുവിന്റെ രക്തം കൊണ്ട് അവിടെ കൊടുക്കണം പിതാവിന്. ഇതൊക്കെ ഹിഡൻ ആണ് ദൈവവചനത്തിൽ. എന്നാൽ എന്നെ തുടരുതെന്ന് പറഞ്ഞ യേശു ഏകദേശം തുടരുതെന്ന് പറഞ്ഞ അന്ന് വൈകിട്ട്, ഇപ്പം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ യേശു ഉയർത്തെഴുന്നേറ്റ് ദൃശ്യമായ ആ 1-ാം നാളിൽ രാവിലെയാണ് യേശു എന്ത് പറഞ്ഞത്? എന്നെ എന്ത് ചെയ്യരുത്? തുടരുത്. എന്തുകൊണ്ട് തുടരുത്? ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെ കയറിപ്പോയില്ല. എന്നാൽ അതേ ദിവസം വൈകിട്ട് ആരുടെ അടുക്കൽ വരുന്നു? വായിച്ചാട്ട് 20-ാം അധ്യായം 19-ാം വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ ഈ സമയമൊക്കെ ഒന്ന് ചിന്തിക്കണം, എങ്കിലേ നമുക്ക് മനസ്സിലാവും. ആഴ്ചവട്ടത്തിന്റെ വെളുപ്പുള്ള സമയത്ത്, രാവിലെ സമയത്താണ് മഗ്ദലനക്കാരത്തി മറിയ. അത് 20-ന്റെ 1 വായിച്ചാൽ നമുക്കറിയാം. മഗ്ദലനക്കാരി മറിയ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അതിരാവിലെയാണ് ആരെ കാണുന്നത്? യേശുവിനെ കാണുന്നത്. യേശു പറഞ്ഞു എന്നെ തുടരുത്. എന്നാൽ അതേ ദിവസം വൈകിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ ദൃശ്യനായി അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് യേശുവിന്റെ സമാധാനം കൊടുക്കുകയാണ്. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. നിങ്ങൾ ഈ സമയം ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അതിരാവിലെ മഗ്ദലനക്കാരിക്ക് വെളിപ്പെട്ട കർത്താവ് അവളോട് പറഞ്ഞു തുടരുത്. എന്നാൽ വൈകിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ അവിടെ ഇല്ല. 24-ാം വാക്യം വായിച്ചാട്ട്. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ്
അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ വൈകുന്നേരം ശിഷ്യന്മാരുടെ അടുക്കൽ യേശു വരുമ്പോൾ തോമാസ് അവിടെ ഇല്ല. അപ്പൊ തോമാസ് അവിടെ ഇല്ല. തോമാസിനോട് മറ്റു ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമാസ് എന്താ പറഞ്ഞേ? നത്തിങ് ഡൂയിങ്. നിങ്ങൾ കണ്ടു കാണും. എന്റെ വിരൽ അവന്റെ വിലാപ്പുറത്ത് ഇടാതെ ഞാൻ വിശ്വസിക്കുന്ന കാര്യമില്ല. ഇനി അടുത്തത് നോക്കുക. ഉടനെ യേശു വന്നില്ല. പിന്നെ യേശു വരുന്നത് എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചോണം. 20-ാം അധ്യായം 26, 27. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ നോക്കുക. ഇതൊക്കെ വലിയ പ്ലാൻഡ് കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ഡിവൈൻ പ്ലാനിനകത്തുള്ളത്. 8 ദിവസം കഴിഞ്ഞ ശേഷം യേശു തോമാസ് കൂടെ ഇരുന്ന കൂട്ടത്തിൽ വന്നിട്ട്, വായിച്ചാട്ട് 26, 27. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ രാവിലെ യേശു എന്താ പറഞ്ഞത്? എന്നെ എന്ത് ചെയ്യരുത്? തൊടരുത്. ഇപ്പൊ എന്താ പറയുന്നത്? നിന്റെ വിരൽ കൊണ്ടുവന്ന് എന്നെ തൊടാനാ യേശു പറയുന്നത്. അപ്പൊ ആ ഒരു 8 ഡേയ്സിനുള്ളിൽ ഒരു മിഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. ഈ 8 ദിവസം എപ്പോഴാ പോയതെന്ന് ചോദിച്ചാൽ പറയുന്നത്, ഈ 8 ദിവസം സ്പാനിനുള്ളിൽ യേശു എന്ത് ചെയ്തു? റിയലായ സമാഗമന കൂടാരത്തിൽ ചെന്ന് മാനവരാശിയുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാക്കേണ്ടതിന് തന്റെ രക്തം എവിടെ കൊണ്ട് അർപ്പിച്ചു? പിതാവിന്റെ സന്നിധിയിൽ. റിയൽ സ്വർഗത്തിലെ സമാഗമന കൂടാരത്തിൽ യേശു തന്റെ ശരീരവുമായി പോയി. നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ ക്രൂശിച്ച അതേ ശരീരവുമായിട്ടാണ് യേശു എന്ത് ചെയ്തത്? ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് എന്ത് കാണിച്ചത്? ആണിയടിച്ച കൈയും കുത്തിത്തുറക്കപ്പെട്ട വിലാപുറവും യേശു കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദ സെയിം ബോഡി. യേശു ക്രൂശിക്കപ്പെട്ട അതേ ശരീരത്തിലാണ് ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ മരണത്തിന് മുമ്പും മരണത്തിന് പിമ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മരണത്തിന് മുമ്പ് മനുഷ്യ ശരീരമെന്ന് തോന്നിയത് മരണത്തിന് ശേഷം ഏത് ശരീരമായി മാറി? ആത്മശരീരമായി മാറി. അതുകൊണ്ടാണ് കഥ കടച്ചിരുന്നപ്പോൾ യേശുവിടെ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിമിതികളില്ലാത്ത, ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു ബോഡിയാണ് സ്പിരിച്വൽ ബോഡി. എന്നാൽ ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്, മരണത്തിന്റെ പരിമിതിയുണ്ട്. എന്നാൽ യേശുവിന്റെ സ്പിരിച്വൽ ബോഡിയിൽ ഇപ്പൊ എന്തില്ല? മരണത്തിന് യാതൊരു പരിമിതിയില്ല. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, മരണത്തിന് അവന്റെ മേൽ യാതൊരു അധികാരവുമില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീരം സെയിം ബോഡിയിലാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ആ ബോഡിയുടെ പ്രത്യേകത എന്താന്ന് നമ്മൾ കണ്ടു. ഡീക്കേ ഇല്ല, അതിനെ ജീർണിക്കാൻ പറ്റില്ല, മരണത്തിന് അധികാരമില്ല. കാരണം അവൻ നിത്യജീവനാണ്. ഊനമില്ലാത്ത ഒരു ശരീരവും പ്രാണനും ആത്മാവുമായി യേശു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ജീവൻ നിത്യജീവനായിരുന്നു. എന്നാൽ പാപം ചുമത്തപ്പെട്ടപ്പോൾ ശരീരത്തിൽ അവൻ ശിക്ഷ ഏറ്റെടുത്തെങ്കിലും അവന്റെ ശരീരത്തിൽ എന്ത് തിരിച്ചു വന്നു? നിത്യജീവൻ അവൻ വീണ്ടും ലഭിച്ചു. ആ ശരീരവുമായിട്ടാണ് യേശു പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നത്, സ്പിരിച്വൽ ബോഡിയിലേക്ക്. കാരണം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ബോഡി സ്പിരിച്വൽ ബോഡിയായി മാറി, ആത്മശരീരമായി മാറി. ആ ആത്മശരീരത്തോടു കൂടെയാണ് ഇന്നും യേശു പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. യേശു വ്യത്യാസം എന്താണ്? ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ മനുഷ്യ സദൃശ്യമായ ഒരു ശരീരമായിരുന്നുവെങ്കിൽ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനൊരു സ്പിരിച്വൽ ബോഡിയാണ് ഉണ്ടായിരുന്നത്.
ആമേൻ. റോമാലേഖനം 8:34. ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. യേശു എന്തിനാണ് മരണത്തിന് ശേഷം പുനരുത്ഥാനം ചെയ്തതും ആ പുനരുത്ഥാനത്തിന് ശേഷം യേശു ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആത്മശരീരത്തോടുകൂടെ യേശു പിതാവിന്റെ സന്നിധിയിൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി, യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് വേണ്ടി. എന്നാൽ യേശു ഒരിക്കലായിട്ട് യാഗപീഠത്തിങ്കൽ എന്ത് ചെയ്തു? കൃപാസനത്തിങ്കൽ കൊണ്ട് തന്റെ രക്തം മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൊടുത്തു. അത് വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്തു. എങ്കിലും ഇന്നും നമ്മൾ ജഡത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാപം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി യേശു പിതാവിന്റെ സന്നിധിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇന്റർസെഷൻ, മധ്യസ്ഥത അണയ്ക്കുന്നു. ഞാൻ ഇവന് വേണ്ടി രക്തം ചൊരിഞ്ഞിരിക്കുന്നത്, ആ രക്തം ഇവന് വേണ്ടി കണക്കിടണം. ഇവന് പകരമായിട്ടാണ് ഞാൻ എൻ്റെ രക്തം ചിന്തിയത്. അപ്പൊ എൻ്റെ ഒരു ചിന്ത പറയുകയാണ്, യേശു ഉടനെ പിതാവിനെ കാണിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ പാപം നമ്മെ നോക്കും, പിന്നെ പിതാവ് ആരെ നോക്കും? യേശുവിനെ നോക്കും. അപ്പൊ യേശു എന്തായിരിക്കും കാണിക്കുന്നത്? ഈ വിലാപ്പുറവും മുറിഞ്ഞ കയ്യുമായിരിക്കും കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുട്ട് ഓൾ ഹിസ് ബ്ലെയിം ഓൺ മീ. നമ്മൾ ഈ നിസ്സാരമായിട്ട് ചെന്ന് ഏറ്റു പറഞ്ഞ കർത്താവെ എന്നോട് കരുണ കാണിക്കണമെന്ന് പറയുമ്പോൾ കരുണയെ പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഒരു കാര്യം മുകളിൽ നടക്കുന്നുണ്ട്. നാം ചെയ്ത പാപത്തിന്റെ ശിക്ഷ നമ്മുടെ മേൽ വരേണ്ട സ്ഥാനത്ത് അത് ആരുടെ മേൽ ചുമത്തപ്പെട്ടു? യേശുവിന്റെ രക്തം അതിനുവേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ യേശു ജീവിച്ച അതേ ശരീരത്തിലാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർത്തെഴുന്നേറ്റ ശരീരവുമായിട്ടാണ് പിതാവിന്റെ അടുക്കിലേക്ക് കടന്നുപോയത്. ആ ശരീരവുമായിട്ടാണ് ഇന്നും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഇന്റർസെഷൻ നടത്തുന്നത്. എന്നാൽ ആ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹ്യൂമൻ ബോഡി അല്ല, സ്പിരിച്വൽ ബോഡി അത്രേ. ഇനി സംശയത്തിന്റെ ഒരു കൂമ്പാരം വരും. സ്പിരിച്വൽ ബോഡിയിൽ ഇരുന്നു കൊണ്ട് ഇനി ആ സ്പിരിച്വൽ ബോഡിയുടെ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 1 Corinthians 15:44. 1 Corinthians 15:44. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരവുമുണ്ട്, ആത്മശരീരവുമുണ്ട്. മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട യേശുവിന്റെ ശരീരം യേശു തിരിച്ചെടുത്തത് ഏത് ശരീരമാണ്? ആത്മശരീരം, സ്പിരിച്വൽ ബോഡി. ഈ ലോകത്തിൽ ജീവിച്ച ജഡസംബന്ധമായ ആ ശരീരം എന്തിനു വിട്ടുകൊടുത്തു? മരണത്തിന് വിട്ടുകൊടുത്തു. തിരിച്ചു കിട്ടിയത് എന്താണ്? തിരിച്ചു കിട്ടിയെന്ന് വെച്ചാൽ അത് കൊടുക്കാനും പ്രാപിപ്പാനും ആർക്ക് അധികാരമുണ്ട്? യേശുവിന് അധികാരമുണ്ട്. അപ്പൊ റിട്ടേൺ എടുത്തത് ഏത് ബോഡിയാണ്? സ്പിരിച്വൽ ബോഡി. ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ലൈക്ക് എ ഹ്യൂമൻ ബോഡി. അതാണ് യേശു ക്രിസ്തു വന്നവൻ പറഞ്ഞത്, എന്റെ കൈ നോക്ക്, ഐ ആം ദ സെയിം വൺ. എന്റെ വിലാപ്പുറം നോക്ക് തോമസ്, കുത്തി തുറക്കപ്പെട്ട എന്റെ ശരീരം നീ കാണാൻ. അവര് വാസ്തവത്തിൽ പേടിച്ച് ഭയപ്പെട്ടാണ് ശിഷ്യന്മാരെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവർ വിശ്വസിച്ചില്ല. എന്നാൽ നമുക്കതിനെക്കുറിച്ച് വചനത്തിൽ കൂടെ വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. യേശു ശരീരത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു. ആ ശരീരത്തിൽ യേശു പാപം ചുമത്തപ്പെട്ട് മരിച്ചു. അവൻ ആ മരണത്തിന് ശേഷം സ്പിരിച്വൽ ബോഡിയിലേക്ക് മാറി. എന്നാൽ ഗ്ലോറിഫൈഡ് ബോഡി ഇനിയും കിടക്കുക, അതുമായിട്ട് കൂട്ടിക്കഴിക്കരുത്. ഗ്ലോറിഫൈഡ് ബോഡി എന്ന് പറയുന്ന വേറൊരു സംഭവം ഉണ്ട്.
യേശു ഉയർത്തെഴുന്നേറ്റത് ഗ്ലോറിഫൈഡ് ബോഡിയിലല്ല, സ്പിരിച്വൽ ബോഡിയിലത്രയും. പ്രാകൃത ശരീരം വിട്ട് ആത്മശരീരം പ്രാപിപ്പാനിടയായി. ആമേൻ, സ്തോത്രം. ഇനി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയാൻ പോവാണ്. ആത്മശരീരത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ആത്മശരീരം, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരം ആത്മശരീരമാണ്, ലുക്സ് ഐഡന്റിക്കൽ. എന്നാൽ അതിനെന്തില്ല? പരിമിതിയില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ശിഷ്യന്മാര് അതറിയണമെങ്കിൽ യോഹന്നാൻ 20:19 വായിച്ച്, 20:19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, വാതിൽ വന്ന് മുട്ടുകയല്ല ചെയ്തത്. നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആത്മശരീരത്തിന് വാതിൽ ഒരു വിഷയമല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുക. എന്നാൽ മരിക്കുന്നതിന് മുമ്പായിരുന്നു യേശു എന്ത് ചെയ്യേണ്ടി വന്നേനെ? നോക്ക് ചെയ്യേണ്ടി വന്നേനെ. മരണശേഷം യേശുവിന് സ്പിരിച്വൽ ബോഡിയാണ്, നോ ലിമിറ്റേഷൻ. എവിടെ വേണേലും വെളിപ്പെടാം. ഇറ്റ്സ് ലൈക്ക് ഒമ്നി പ്രസന്റ്. അതാണ് സ്പിരിച്വൽ ബോഡിയുടെ ഒരു പ്രത്യേകത. എന്നാൽ ഈ സ്പിരിച്വൽ ബോഡിയോടുകൂടെ യേശു ഭക്ഷണം കഴിച്ചു. അതറിയണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 24:30-31. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 21:9-13 വരെ. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 21, യോഹന്നാൻ. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീനും നിറഞ്ഞ വലിയ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് മതി. അതിന്റെ 15-ാം വാക്യത്തിന്റെ ആ തുടക്കം കൂടെ ഒന്ന് വായിച്ചാണ്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു, അപ്പൊ ശിഷ്യന്മാരും യേശു എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. അപ്പൊ ആത്മശരീരത്തിൽ എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. ഇതൊക്കെ നമുക്ക് ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാം. ഇനി അതിനെ ഞാൻ ഒന്നുകൂടെ ഒരു എവിഡന്റ് ഇതാക്കാൻ പോവാണ്. ഒരു സ്പിരിച്വൽ ബോഡിയോട് കൂടെ ഒരു വ്യക്തി വെളിപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് മാനുഷികമായ കണക്കൂട്ടലിനപ്പുറത്തുള്ള കാര്യങ്ങൾ ആ ബോഡിയിൽ ഇരുന്ന് ചെയ്യാം. നമ്മൾ ഇനി കാണാൻ പോകുന്നത് യേശുക്രിസ്തു ഇവിടെ ശിഷ്യന്മാരുടെ കൂടെ, ശിഷ്യന്മാരും മർത്യ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരും ഭക്ഷണം കഴിക്കുകയാണ്? യേശുവും ഭക്ഷണം കഴിക്കുക, ആത്മശരീരത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇനി നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ്. 18-ാം അധ്യായം 2-ാം വാക്യം. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ. ഇനി 8-ാം വാക്യം വായിച്ചാൽ. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു.
അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ആരെ അവര്? ആ നാട്ടുകാർ വല്ലതും ആണോ? അതോ അബ്രഹാമിന്റെ ചേട്ടന്റെ മക്കളും വല്ലതും ആണോ? ആരെ അവര്? അവർ മനുഷ്യരാണോ? അവർ മനുഷ്യരല്ല. പക്ഷെ അവരെന്ത് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്? അബ്രഹാം ഉണ്ടാക്കിയ അപ്പവും കാളയിറച്ചിയും ഒക്കെ കഴിച്ചു. അവര് വന്നത് സ്പിരിച്വൽ ബോഡിയിലാണ്. ദൈവത്തിന്റെ ദൂതന്മാരാണ്. ദൂതന്മാർക്കുള്ളത് ഏത് ബോഡിയാണ്? ഹ്യൂമൻ ബോഡിയല്ല, സ്പിരിച്വൽ ബോഡിയാണ്. ഞാൻ ഈ വചനഭാഗം എടുത്തപ്പോൾ എങ്ങനെ ഇത് പോസിബിൾ ആണെന്ന് ചിന്തിച്ചപ്പോ പരിശുദ്ധാത്മാവ് തന്ന ഒരു എക്സ്പോഷർ ആയത്. സ്പിരിച്വൽ ബോഡിയിൽ ഭക്ഷണം കഴിക്കാം. അല്ലാതെ അവരെ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. യേശു ശിഷ്യന്മാരോട് കൂടെ ഉയർത്തെഴുന്നേറ്റ യേശു ഭർത്തൃ ശരീരത്തിലല്ല, അവൻ സ്പിരിച്വൽ ബോഡിയിലാണ്. ആ സ്പിരിച്വൽ ബോഡിയിൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് യേശു ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇതാണ്, ജഡത്തിൽ അവൻ മരിച്ചു, മരണശേഷം അവൻ ഉയർത്തു, ഉയർത്തെഴുന്നേറ്റത് സെയിം ബോഡിയിലാണ്. എന്നാലും ബോഡിക്ക് എന്ത് സംഭവിച്ചു? മാനുഷിക അല്ലെങ്കിൽ മനുഷ്യ സഹജമായി മാറി, ആത്മശരീരമായി മാറി. അതാണ് ഉയർത്തെഴുന്നേറ്റപ്പോ ഉണ്ടായത്. ആത്മശരീരത്തോടുകൂടി യേശു പിതാവിന്റെ അടുക്കലേക്ക് കടന്നുപോയി. കാരണം അവൻ മഹാപുരോഹിതനായത് ഭൂമിയിലെ ക്രമം അനുസരിച്ചല്ല. ഭൂമിയിലെ ക്രമം അനുസരിച്ച് അവന് മഹാപുരോഹിതനാകാൻ സാധ്യമല്ല. കാരണം ലേവിയ ഗോത്രത്തിൽപ്പെട്ടവനല്ല. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി യേശു നേരെ പോയത് എവിടേക്കാ? പിതാവിന്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ റിയൽ സമാഗമന കൂടാരം ഇരിക്കുന്ന ഇടത്ത് അവിടെ ചെന്ന് തന്റെ രക്തം കൊടുത്ത് റിഡംഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് തന്നെ തുടരുതെന്ന് പറഞ്ഞത്. കാരണം ആ കർത്തവ്യം ചെയ്യുന്നത് വരെ ഹ്യൂമൻ കോണ്ടാക്ട് പാടില്ല. അത് പഴയ നിയമത്തിന് പ്രമാണം പഠിച്ചാൽ അറിയാം. മഹാപുരോഹിതൻ എത്രമാത്രം സെപ്പറേഷൻ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സൂക്ഷിക്കണം. യേശു അതേ ക്രമം പാലിച്ചുകൊണ്ട് റിയലായ സ്വർഗത്തിലെ സമാഗമന കൂടാരത്തിൽ പോയി മാനവരാശിക്ക് വേണ്ടി അറ്റോൺമെന്റ് ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടാണ് തോമാസിനോട് പറഞ്ഞ, ഇനി ഇത് തൊടുകയോ വിലാപ്പുറത്ത് കൈയിടുകയോ എന്ത് വേണേ ചെയ്തു. ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ നമ്മൾ കാണാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. യേശു ജഡത്തിൽ ഈ ലോകത്തിൽ കടന്നു വന്നു. അവന് ശരീരമുണ്ടായിരുന്നു, പ്രാണനുണ്ടായിരുന്നു, ആത്മാവുണ്ടായിരുന്നു. അവൻ സമ്പൂർണ്ണ ദൈവ മനുഷ്യനായി ലോകത്തിൽ വെളിപ്പെട്ടു. ഒറ്റ വ്യത്യാസം, അവന് നിത്യജീവൻ ഉണ്ടായിരുന്നു. കാരണം ഊനമില്ലാത്തവനിൽ നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അവൻ എന്ത് തിരിച്ചു കിട്ടി? എനിക്ക് നിങ്ങൾക്കത് സാധിക്കുന്നില്ല. ട്രംപറ്റിന്റെ കോള് കേട്ടെങ്കിലേ എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നിത്യജീവനുള്ള യേശുക്രിസ്തുവിന് മരിച്ച ഉടനെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? റിസറക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവന്റെ റിസറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസറക്ഷൻ പോലെയല്ല. നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്ന് ഈ കാര്യങ്ങളെല്ലാം നടന്നാലേ മരിച്ചവർ ഇവർക്കുകയും ജീവനുള്ളവർക്ക് രൂപാന്തരം ഉണ്ടാകുകയും ചെയ്യുള്ളൂ. എന്നാൽ അവനെ സംബന്ധിച്ചുള്ളത് ഒരു വിഷയമല്ല. അപ്പൊ യേശുവിന്റെ ശരീരം നമ്മുടെ ശരീരമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുതേ. അതിനൊരു വലിയ വ്യത്യാസമുണ്ട്. ഊനമില്ലാത്ത ശരീരം, ഊനമില്ലാത്ത പ്രാണൻ, ഊനമില്ലാത്ത ആത്മാവ് എന്ന് പറഞ്ഞാൽ ഹി ഹാഡ് ഇറ്റേണൽ ലൈഫ്. ആ ഇറ്റേണൽ ലൈഫ് തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മരിച്ച ശേഷം അവൻ ജീവനിലേക്ക് വീണ്ടും വന്നത്. നമുക്ക് തലവണക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവൻ ജഡത്തിൽ മരിച്ചു, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു.
എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിക്കുക മാത്രമല്ല, മരണം കൊണ്ട് തീർന്നില്ല. ആട്ടുകൊറ്റന്റെ രക്തവുമായിട്ടല്ല, കാളക്കിടാവിന്റെ രക്തവുമായിട്ടല്ല, തന്റെ സ്വന്തം രക്തവുമായി വാസ്തവമായ സമാഗമന കൂടാരത്തിൽ കൊണ്ടുചെന്ന് മാനവരാശിക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ രക്തം അർപ്പിക്കാനിടയായി. ആ ജീവനുള്ള രക്തം ഇന്നും നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു. ഒരിക്കലായി അർപ്പിക്കപ്പെട്ട രക്തം നമുക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരാൻ തക്കവണ്ണം ആ രക്തം ഇന്നും നമുക്ക് അനുഗ്രഹമായി തീരുന്നു. ഹിസ് അറ്റോൺമെന്റ് ഡെത്ത്, അവന്റെ ഭൂമിയിലെ ജീവിതവും അവന്റെ മരണവും അവന്റെ പുനരുദ്ധാനവും അവന്റെ മഹാപുരോഹിത ശുശ്രൂഷയും എല്ലാം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹത്തിന് വേണ്ടി സ്വർഗം കൽപ്പിച്ചതാകുന്നു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഭൂമുഖത്തുള്ള പാപം ചെയ്ത മനുഷ്യർ, അതിലാരും ഒഴിവുള്ളവരല്ല, എവ്രി വൺ ഇൻ ദിസ് വേൾഡ്, ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിന്റെ കീഴിലാകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ നിഷ്കളങ്ക രക്തം നമുക്ക് പാപത്തിന് പരിഹാരമായി മാറുമ്പോൾ ദൈവം നമ്മുടെ മേൽ ഇടേണ്ട പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ ചുമത്തി നമ്മെ സൗജന്യമായി കുറ്റമില്ലാത്തവരായി എണ്ണുന്ന അനുഭവമാണ് ക്രൂശ് മരണം. ഇതൊരു മതത്തിന്റെ സിദ്ധാന്തമല്ല, ഇത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അത്രേ. ക്രിസ്തുവിനെ ലോകത്തിലുള്ള മനുഷ്യർ ഒരു മതത്തിന്റെ ഭാഗമാക്കി. എന്നാൽ ദൈവം മനുഷ്യരോടുള്ള സ്നേഹം നിമിത്തം ഇതൊരു മതത്തിന്റെ ഭാഗമായിട്ടല്ല. പാപം ചെയ്ത് ദൈവത്തിൽ നന്യപ്പെട്ടു പോയ മനുഷ്യ, നിന്റെ കർമ്മം കൊണ്ട് ദൈവത്തോട് നിനക്ക് അടുക്കാൻ കഴിയാതിരിക്കെ ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്ന മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരമായ മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപക്ഷമയാണ് ദൈവത്തോട് നമ്മെ അടുപ്പിക്കാൻ ഇടയാകുന്നത്. നമുക്ക് തലവണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദിവസത്തിന്റെ രാത്രിയാമത്തിനായി സ്തോത്രം. തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപമുള്ള ശരീരത്തിൽ പാപസ്വാധീനങ്ങളുടെ നടുവിൽ ഞങ്ങൾ ജീവിക്കുന്നു. പലപ്പോഴും ഞങ്ങളിൽ ബലഹീനതകൾ ഉണ്ടാകുന്നു. എന്നാൽ കർത്താവേ, അങ്ങ് പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ കുറ്റപ്പെടുത്തുവാനല്ല, നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വരുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നും അങ്ങ് ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തം ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, യൂട്യൂബിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, അവരുടെ ജീവിതത്തിന് നിന്റെ ക്രൂശ് മരണവും നിന്റെ രക്തവും വലിയ അനുഗ്രഹമായി തീരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സൗജന്യമായി ദൈവം ഞങ്ങൾക്ക് തരുന്ന ആ വലിയ രക്ഷയെ പ്രാപിച്ചെടുക്കുവാൻ, സൗജന്യമായി പ്രാപിച്ചെടുക്കാനുള്ള ദൈവിക രക്ഷാകര പദ്ധതിക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് മറുവിലയായി നീ കൊടുത്തത് നിന്റെ സ്വന്തം ശരീരവും നിന്റെ രക്തവുമാണല്ലോ കർത്താവേ. നിന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അവനെ നൽകാൻ തക്കവണ്ണം അവിടുന്ന് ഈ ലോകത്തെ എത്രയധികമായി സ്നേഹിച്ചു. ആ സ്നേഹം ഇതുവരെ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ സ്നേഹത്തിലേക്കൊന്ന് ആകർഷിക്കപ്പെടണമെന്ന്, പാപം ചുമന്ന് നടക്കാനല്ല, പാപം ചുമക്കാൻ ദൈവത്തിന്റെ കുഞ്ഞാടായി ഈ ലോകത്തിൽ കടന്നു വന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ പാപത്തിൽ നിന്ന് ദൈവം തരുന്ന വിടുതലിനായി സ്തോത്രം കരയേറ്റുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, അവർ പാർക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ആരോഗ്യത്തോടുകൂടെ, കുടുംബജീവിതത്തിൽ, തലമുറകളിൽ, അവരുടെ വരുമാന മാർഗങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് സമാധാനത്തോടെ നടത്തണം. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ദൈവമുള്ളത് കൊണ്ട് സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങൾക്ക് അനുവദിച്ച കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ലിങ്ക് ചെയ്യപ്പെടാൻ കഴിയാതെ പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
നമ്മോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഗോഡ് ബ്ലസ് യു ഓൾ.